റയൽ മാഡ്രിഡ് വിജയിക്കാൻ മാത്രം ജനിച്ചവരെന്ന അവകാശം പേറുന്നവരൊന്നുമല്ലവർ. പരാജയങ്ങളും നാണക്കേടും വെല്ലുവിളികളും തിരിച്ചുവരവുകളും എല്ലാം അടങ്ങുന്ന ഒരു സംഘം മാത്രമാണവർ. അവരുടെ ആ ബ്രഹ്മാണ്ഡ ചരിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ചില താളുകളിൽ നിരാശയുടെ കഥ പറയാനുണ്ടാകും. എന്നാൽ ശേഷം നിങ്ങൾ മറിക്കുന്ന താളുകളിൽ തീ പിടിപ്പിക്കാൻ ശേഷിയുള്ള ചൂടുമുണ്ടാകും. അതെ, തിരിച്ചുവരവുടെ കഥകൾ, പ്രതികാരത്തിൻ്റെ കഥകൾ, കിരീടങ്ങളുടെ കഥകൾ, അങ്ങനെ ഈ ഫുട്ബോൾ ലോകത്തിലെ രാജാക്കന്മാരായി അവരങ്ങനെ തുടരുക തന്നെയാണ്. ആ ഉയർച്ച താഴ്ചകൾ തന്നെയാണ്, അത് നൽകുന്ന ലഹരി തന്നെയാണ് റയൽ മാഡ്രിഡിനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്, അവരെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ അതുപോലെ ഒരു പ്രതികാരത്തിൻ്റെ മറുപടി ഉണ്ടായിരുന്നു. എക്കാലത്തും റയൽ മാഡ്രിഡിൻ്റെ വേട്ടമൃഗം പോലെ കിടന്നിരുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു വിജയം സമ്മാനിച്ചത് ആയുഷ്കാലത്ത് കിട്ടിയ വരം പോലെയായിരുന്നു. പക്ഷേ ഇത് റയലായിരുന്നു. ആഘോഷങ്ങളും അതിൻ്റെ സന്തോഷ ലഹരിയുമെല്ലാം അത്ലറ്റിക്കോ ആരാധകരുടെ രക്തത്തിലേക്ക് പൂർണ്ണമായി കലരും മുൻപേ തിരിച്ചടി നൽകുവാൻ അവർ കാത്തിരുന്നിരുന്നു. മറുവശത്ത് ചിരവൈരാഗികളുണ്ടായിരുന്നു. ഫൈനലിൽ അവർക്ക് റയൽ മാഡ്രിഡിനെ തന്നെ കിട്ടണം. കാരണം തിരിച്ചടിക്കാൻ അവരും തക്കം പാർത്ത് നിൽക്കുകയാണ്. കൂടെ റയലിൻ്റെ പരാജയം കാണുവാൻ അവരുടെ വിമർശകരും. പക്ഷേ എല്ലാ പ്രതീക്ഷയും മത്സരം തുടങ്ങി 2 മിനിറ്റോടകം തന്നെ തീർത്ത് കളയുന്നുണ്ട്. വാൽവെഡയുടെ ആ വലങ്കാൽ ഷോട്ട് തുളഞ്ഞു കയറിയത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരുടെ നെഞ്ചകത്തേക്ക് മാത്രമായിരുന്നില്ല, റയൽ മാഡ്രിഡിൻ്റെ വിമർശകരുടെയും കൂടി നെഞ്ചിലേക്കായിരുന്നു. കൂടെ ഡിയാഗോ സിമിയോണിയുടെ ഹൃദയം പോലും തകർത്ത് ആ ഷോട്ട് കടന്നുപോയി. ഒരു യഥാർത്ഥ ഫുട്ബോൾ ആരാധകൻ്റെ ഹൃദയം നിറച്ച ആ ഷോട്ടിന് ശേഷം പിന്നീടും റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്നും അറ്റാക്കുകളുണ്ടായി. അത്ലറ്റിക്കോയും തിരിച്ചടിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പതിയെ തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു വരുന്ന റോഡ്രിഗോയുടെ ആ ഫിനിഷിംഗ് കൂടിയായപ്പോൾ കഥ റയലിനൊപ്പം. മത്സരത്തിൻ്റെ അകത്തും പുറത്തും സംഘർഷഭരിതം തന്നെയായിരുന്നു. അസൂയയും ഫ്രസ്ട്രേഷനും എല്ലാം കൂടിക്കലർന്ന 1.5 മണിക്കൂർ. അത് അറിയാം സിമിയോണി, നിങ്ങൾ വിഷമത്തിൽ തന്നെയാണ്. കാരണം ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കൗട്ട് സ്റ്റേജിൽ ഞങ്ങൾക്കെതിരെ പുറത്തായിരിക്കുന്നു. അതാണ് ഈ കഥയുടെ എൻഡ്. അതായിരുന്നു ആ ഗ്രൗണ്ടിൽ അവശേഷിച്ചത്. ഇനിയും ഈ കഥ തീർന്നിട്ടില്ല. അറിയാം, ഫൈനലിൽ റയൽ മാഡ്രിഡിനെ തന്നെ കിട്ടണമെന്ന് കാത്തിരിക്കുന്നവരുണ്ട്, വാശി പിടിച്ചവരുണ്ട്. നിങ്ങൾ ഇന്ന് മികച്ചവരായി എന്ന് തോന്നുന്നുണ്ടാകും. റയൽ മാഡ്രിഡ് പഴയ ടീമല്ല എന്നും നിങ്ങൾ കരുതുന്നുണ്ടാകും. പക്ഷേ ഈ കറുത്ത രഥമൊന്ന് കാണുമ്പോൾ നിങ്ങൾ ഭയക്കേണ്ടതുണ്ട്. കാരണം ഇത് റയൽ മാഡ്രിഡാണ്. നിർവചിക്കാനും മുൻവിധിക്കും വിട്ടുകൊടുക്കാൻ സാധിക്കാത്തൊരു സംഘമാണവർ. തിരിച്ചു വരാനും വെല്ലുവിളിച്ചവരുടെ അടിവേരിളക്കാനും അവർക്ക് സാധിക്കും. അതെ, അത് അങ്ങനെ ഒരു ജനസാണ്. കാത്തിരിക്കുന്നവരുണ്ടാകും. അവരുടെ പരാജയം രുചിക്കാൻ നിങ്ങൾ കാത്തിരുന്നുള്ളൂ. എങ്കിൽ ഞാൻ പറയാം, ജിദ്ദയിലേക്ക് നിങ്ങളുടെ യമൻ വരുന്നുണ്ട്.